ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ അമ്പലത്തിലൊരു ഉത്സവത്തിന് ഞങ്ങളൊക്കെ പോണത്. പണ്ട് കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ ഉത്സവത്തിനൊക്കെ പോണത് അത്ര വലിയ കാര്യമൊന്നും അല്ലായിരുന്നു. കാരണം അടുത്തടുത്ത് ഒരുപാട് അമ്പലങ്ങളും ഒരുപാട് ഉത്സവങ്ങളും ഗാനമേളകളും എല്ലാം ഉണ്ടാവുമായിരുന്നു. ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനൊരു ഉത്സവത്തിന് പോണത്. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്, പറമ്പിൽ ബസാറിൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്രം. അവിടെയാണ് കേട്ടോ ഇന്നത്തെ ഉത്സവം, കലാപരിപാടികളെല്ലാം. അമ്പലത്തിൽ തൊഴുതു വരുന്നവർക്ക് ഇവിടെ ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. നമുക്ക് മെഹന്തിയൊക്കെ ഇട്ട് തരും, മൈലാഞ്ചിയുടെ അച്ചുകൾ സംഭവമൊക്കെ ഉണ്ട്. ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. 2 കിലോമീറ്ററോളം ഇതിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്ത് കുറേ സ്റ്റാളുകളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത് മാത്രമല്ല, ഇതും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്നൊരു ഉത്സവമായിരുന്നു കേട്ടോ ഇത്. ഇവിടെ നോക്കിയാൽ കാണാം, എല്ലാ മതത്തിനും എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ കോഴിക്കോട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും വലിയ ആൾക്കാർക്ക് കളിക്കാനും ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡിസംബർ 31 വരെ ഇതൊക്കെ ഇവിടെ കാണും. സോ നേരത്തെ തന്നെ പോയിട്ട് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊക്കെ കയറാൻ വലിയ പേടിയാണ്. അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചപ്പോൾ അവസാനം ഞാൻ ജയിൻ്റ് വീലിൽ കയറാമെന്ന് ഉറപ്പ് പറഞ്ഞു. അതും എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ളൊരു സംഭവമാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 100 ആണ് ജയിൻ്റ് വീലിന്. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ കേട്ടോ അത് പോണത്. എനിക്ക് ഈ ഹൈറ്റ് മേലെ നിന്ന് താഴോട്ടേക്ക് വരുമ്പോഴാണ് വയറ്റുന്നൊരു കാളലും സംഭവമൊക്കെ വരുന്നത്. അപ്പം ഞാൻ മാക്സിമം കണ്ണടച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ കയറി സെറ്റായി. ഞാൻ ഫുള്ള് കണ്ണടച്ചിട്ട് തന്നെയായിരുന്നു, എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അച്ഛനും അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയറുന്നത്. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾ ഉത്സവവും ഒക്കെ കണ്ട് അമ്പലത്തിലൊക്കെ തൊഴുത് അടിച്ചു പൊളിച്ചു.